വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ മണ്ഡല പുനർവിഭജനം നടത്താനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം. ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം. അതേസമയം മണ്ഡല പുനർവിഭജനത്തെ എതിർക്കുന്നവർ വനിതാ സംവരണത്തെ എതിർക്കുന്നവരെന്ന് വരുത്തി തീർക്കാൻ പ്രധാനമന്ത്രിയുടെ ശ്രമം. ബില്ലിനെ എതിർക്കും അവർക്ക് രാജ്യത്തെ വനിതകൾ മാപ്പ് നൽകില്ലെന്നായിരുന്നു ലോക്സഭയിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായാണ് വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തെ എതിർക്കുന്നത്. ബിൽ അവതരണത്തെയും പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി എതിർത്തു. ഒടുവിൽ വോട്ടെടുപ്പിലൂടെയാണ് ബിൽ അവതരണത്തിന് അനുമതി ലഭിച്ചത്. ബിൽ ആശങ്കയുണ്ടാക്കുന്നതും ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്ന ബിൽ പിൻവലിക്കണമെന്നും CPIM ലോക്സഭാ കക്ഷി നേതാവ് K. രാധാകൃഷ്ണൻ MP ആവശ്യപ്പെട്ടു. I urge the government must withdraw the bill after the bill come after the census and implementation later. I object once again. അതേസമയം ബില്ലിനെ എതിർക്കുന്നവർ വനിതാ സംവരണത്തെ എതിർക്കുന്നവർ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി ലോക്സഭയിൽ നടത്തിയത്. ബിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിനെന്നും ചരിത്രപരമായ ബില്ലിനെ എതിർക്കുന്നവർക്ക് രാജ്യവും രാജ്യത്തെ വനിതകളും ഒരിക്കലും മാപ്പ് നൽകില്ലെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. महिलाओं को मिलने वाले इस अधिकार का जिसने विरोध किया जिसने विरोध किया है, देश की महिलाओं ने उन्हें माफ नहीं किया है. ബിൽ പാസാക്കിയാൽ അതിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിന് നൽകാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധവും അരങ്ങേറി. ബില്ലിൽ 15 മണിക്കൂർ ചർച്ചയാണ് അനുവദിച്ചിട്ടുള്ളത്. നാളെ വൈകിട്ട് 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കും. കൈരളി ന്യൂസ്, ദില്ലി.